السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എന്തു മുറാദ് വെച്ചിട്ടാണോ അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, അല്ലാഹു എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ പരിപൂർണ്ണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ നിരന്തരമായിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ വന്നുകൊണ്ട് പറയുന്നൊരു പ്രയാസമാണ്, തങ്ങളെ ഞാൻ വലിയ ക്ഷീണത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, എനിക്ക് സിഹ്ർ ബാധ ഏറ്റിട്ടുണ്ട്. ധാരാളം ആളുകൾ നിരന്തരമായി പറയുന്നൊരു പ്രയാസമാണ്, എനിക്ക് തങ്ങളെ സിഹ്ർ ഏറ്റിട്ടുണ്ട്, ഞാൻ വലിയ ക്ഷീണിതനാണ്, വലിയ പ്രയാസത്തിലാണ്, എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് തകർന്ന് തരിപ്പടമായത്, എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് തകർന്ന് ഇല്ലാണ്ടായത്. തങ്ങളെ ഞാൻ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ പ്രൗഢികളോടുകൂടിയും എല്ലാ സുഖത്തോടുകൂടിയും എല്ലാ ആനന്ദത്തോടുകൂടിയും ജീവിച്ച ഒരു ആളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഇല്ലാണ്ടായി, എല്ലാം തകർന്ന് തരിപ്പണമായി. കടങ്ങൾ മാത്രമാണ് ബാക്കി, കടങ്ങൾ മാത്രമാണ് ബാക്കി. ബിസിനസ്സൊക്കെ വലിയ വളർച്ചയിലായിരുന്നു, വലിയ ഉയർച്ചയിലായിരുന്നു. ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായി മാറി. എനിക്ക് സിഹ്ർ ഏറ്റിട്ടുണ്ട്, എനിക്ക് സിഹ്ർ അല്ലെങ്കിൽ വലിയ പ്രയാസമേറ്റിട്ടുണ്ട് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് ഞാനുള്ളത്. നമ്മൾ അവരുടെ കണക്കുകളും പ്രയാസങ്ങളും അവരുടെ പേരുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്, അവരെ പ്രയാസങ്ങൾ നോക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് വലിയ പൈശാചികമായ ഉപദ്രവത്തിലാണ് ഈ മനുഷ്യൻ നിലകൊള്ളുന്നത്. നമ്മുടെ സിഹ്റിനെ പറ്റി അതിൻ്റെ ഉത്ഭവങ്ങൾ, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എവിടെന്നാണ് സിഹ്റിൻ്റെ ഉത്ഭവം, അതെങ്ങനെയാണ് മനുഷ്യനിലേക്ക് കൈമാറിയത്. അതിന് പടച്ച തമ്പുരാന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറഞ്ഞത് എന്താണ് സിഹ്റിനെ പറ്റി എന്നെല്ലാം വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് അതിന് മുന്നേയുള്ള വീഡിയോകളിലൂടെ, മുന്നേയുള്ള മജ്ലിസിലൂടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് എങ്ങനെ നമുക്ക് ബാത്തിലാക്കാം, സിഹ്ർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്, അത് മജ്ലിസ് കാണാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തു വെക്കാം, അതായത് കമന്റ് ബോക്സിൽ ഞാൻ അത് പിൻ ചെയ്തു വെക്കാം. അതിന്റെ ലിങ്ക് ഉണ്ടാകും, ഇൻഷാ അല്ലാഹ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവനായിട്ട് കാണാവുന്നതാണ്, കാണാത്ത ആളുകൾ. അതിൻ്റെ ഉത്ഭവങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ നമ്മൾ മുൻകഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധമാക്കപ്പെട്ട 2 സൂറത്തുകൾ.
വിശുദ്ധമാക്കപ്പെട്ട ഈ 2 സൂറത്തുകൾ ചെറിയ എല്ലാവർക്കും ഓതാൻ അറിയുന്ന ഈ 2 സൂക്തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 114 അധ്യായങ്ങളിലെ 2 സൂറത്തുകൾ, ഒരേ സമയത്ത് ഇറങ്ങിയ 2 സൂറത്തുകൾ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ആ സൂറത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് എങ്ങനെ നമ്മുടെ സിഹർ നമുക്ക് തന്നെ ബാത്തിലാക്കാം, എങ്ങനെ നമുക്ക് സിഹർ ഇല്ലാണ്ടാക്കാം. നമ്മൾ വലിയ വളർച്ചയിലാണ്, വലിയ ബിസിനസ് ഇട്ടിട്ടുണ്ട് തങ്ങളെ, അതിലൊരു തകർച്ചയും ഉണ്ടാകരുത്. ഒരാളുടെ കണ്ണീറും അതിലേക്ക് ഏൽക്കരുത്. ഒരാൾ ഞങ്ങളെ ഇല്ലാണ്ടാക്കാൻ ചെയ്താൽ പോലും അത് ഏൽക്കരുത് തങ്ങളെ, ഏൽക്കരുത്. അത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അതിന് ഞങ്ങൾ എന്താണ് ഓതേണ്ട സൂറത്ത് എന്താണ്? നിത്യമായി പതിവാക്കേണ്ട സൂറത്ത് എന്താണ്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മളൊക്കെ നിരന്തരമായിട്ട്, ഞാനൊക്കെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇതിൽ മറ്റുള്ളവന്റെ നാശത്തിന് വേണ്ടി, മറ്റുള്ളവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സിഹർ ചെയ്യുന്നത് ആരാണ്? ആരാണ് ചെയ്യുന്നത്? നമ്മളെ സ്വന്തം സഹോദരങ്ങൾ. അവൻ വലിയ ഉയർച്ചയിലാണ്, എന്നെക്കായും അവൻ ഉയരണ്ട, എന്നെക്കായും അവൻ ഒരു പടി ഉയരണ്ട എന്ന് വിചാരിച്ച് ചെയ്യുന്നത് അവന്റെ സ്വന്തം ചോരയായ സഹോദരങ്ങളാണ്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, നഊദുബില്ലാ, അത്ഭുതമാണ്. നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്നതാണ്, അവനൊക്കെ ഇത് ചെയ്യുമോ? അവൻ എനിക്ക് വേണ്ടി ഈ കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഉണ്ടാക്കുമോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലാണ്. ഒരു നയലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നതല്ല മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഈമാൻ വേണം, ഈമാൻ വേണം. ഈമാനിൽ അടിയുറച്ച് നമുക്ക് നിൽക്കണം. ഇങ്ങനെയുള്ള മാരണങ്ങൾ നഊദുബില്ലാ, വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് സിഹർ ചെയ്യൽ. അത് ചെയ്യലും, അത് ചെയ്യിപ്പിക്കലും, അത് ചെയ്യാൻ കൂട്ടുനിൽക്കലും വൻ പാപം തന്നെയാണ്. ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും അവനക്ക് രക്ഷയില്ല, അവനക്ക് രക്ഷയില്ല. ദുനിയാവിലും ആഖിറത്തിലും അവനക്ക് രക്ഷയില്ല. മുൻകാലങ്ങളിൽ മറ്റുള്ളവൻക്ക് വേണ്ടി സിഹറിന് നടന്ന് അവനക്കൊരു നിമിഷം അവനക്ക് നന്നാവാനെന്ന് അവൻ വിചാരിച്ച് അവൻ ഹജ്ജ് ചെയ്ത്, അവൻ ഉംറ ചെയ്ത്, അവന്റെ ഹജ്ജും ഉംറയൊന്നും പടച്ച റബ്ബിന് വേണ്ട. നിന്റെ ഹജ്ജും ഉംറയൊന്നും പടച്ചോന് വേണ്ടടോ. മറ്റുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നീ ചെയ്ത് വച്ചിട്ടുള്ള ഓരോരോ മാരണങ്ങളും നിനക്ക് തന്നെ തിരിച്ച് അത് ഏൽക്കുമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് കടന്നുകൂടണം. ഈമാനുള്ള ഒരാളും അത് ചെയ്യൂല, ആ പണിക്ക് പോകൂല. നമ്മളെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു അനിയൻ ഉയരണ്ട എന്ന് വെച്ച് ജ്യേഷ്ഠൻ ചെയ്യുന്നു. ജ്യേഷ്ഠൻ ഉയരണ്ട, എന്നെക്കായും മുന്നേ നിൽക്കണ്ട, അസൂയയുടെ മേൽ ചെയ്യുന്ന കുതന്ത്രങ്ങളാണ് ഈ സിഹർ പോലുള്ള മരണങ്ങൾ, കൂടോത്രങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ തമ്പുരാനെ. അത്രയുള്ള മരണങ്ങളെ തൊട്ട് അല്ലാ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. ബിസിനസ്സിലുള്ള ശത്രുക്കള്, ജീവിതത്തിലുള്ള ശത്രുക്കള്, അവന്റെ സുഖങ്ങൾ കണ്ടിട്ട്, അവന്റെ വളർച്ച കണ്ടിട്ട്, അവന്റെ ഉയർച്ച കണ്ടിട്ട് എങ്ങനെയായിരുന്നു അവൻ നമുക്കറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് അസൂയയുടെ മേൽ ചെയ്യുന്നതാണ് ഇത്തരം മരണങ്ങൾ. അല്ലാഹുവേ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അതിൽ നിന്നൊരു കാവല് നേടാനാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 114 അധ്യായങ്ങളിലെ ഈ 2 സൂക്തങ്ങൾ. ഇത് ദിവസവും നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രയാസം നിങ്ങൾ കേൾക്കൂല. ഞാൻ പറയുന്നതല്ല, ഇത് ഞാൻ മനഞ്ഞുണ്ടാക്കി പറയുന്നതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധയേറ്റ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കി കൊടുത്ത 2 സൂക്തങ്ങളാണ് ഈ സൂറത്തുകൾ. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമുക്ക് കടക്കുന്നതിന് മുമ്പ്
ആ ചരിത്രത്തിലേക്കും ഇൻഷാ അല്ലാഹ് മജ്ലിസിലേക്കും എങ്ങനെയാണ് ഈ 2 സൂറത്തുകൾ കൊണ്ട് അമൽ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് സന്ദർഭോചിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ധാരാളം ആളുകൾ കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും തമിഴ്നാട് പോലുള്ള കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ ദ്വീപ് നിവാസികൾ പ്രവാസി സുഹൃത്തുക്കൾ ഇവിടമിലേക്ക് കൺസൾട്ടിങ്ങിനായി വരുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്നുകൊണ്ട് നീറുന്ന വേവലാതികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ ഇവിടെ വന്നുകൊണ്ട് പറയുന്ന ആളുകൾ, സങ്കട കണ്ണീരുകൾ പറയുന്ന ആളുകൾ, സിഹർ പോലുള്ള പ്രയാസങ്ങളിൽ ധാരാളം വർഷമായി തങ്ങളെ ഞാൻ കുടുങ്ങി നിൽക്കുന്നു, ഇതിൽ നിന്ന് രക്ഷ, ഇതിൽ നിന്നൊരു സലാമത്ത് ഇൻഷാ അല്ലാഹ് എനിക്ക് നേടിയെടുക്കണം, അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ വന്നത് എന്ന് പറയുന്ന ആളുകൾ, പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, ജോലി പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, മകളുടെയും മകന്റെയും കല്യാണ പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ, കുടുംബ കലഹങ്ങൾ പറയുന്ന ആളുകൾ, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല തങ്ങളെ എന്ന് പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ, ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല തങ്ങളെ എന്ന് പറഞ്ഞ് പ്രയാസങ്ങൾ വരുന്ന ആളുകൾ, അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല, അങ്ങനെ പറഞ്ഞ് പരിഹാരം തേടുന്ന ആളുകൾ, ഈ മജ്ലിസിലേക്ക് വന്നുകൊണ്ട് പരിഹാരം തേടുന്ന ആളുകൾ. ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു സാധാരണ മജ്ലിസല്ല, ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ട് തീരത്തണഞ്ഞ ഞങ്ങളൊക്കെ ഉപ്പാപ്പയായ വല്ലിപ്പയായ ഹസൻ ജമലുപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ അമലുകൾ ഇവിടെ പറയുന്നത്, ഓരോരോ ദിക്റുകൾ ഇവിടെ പറയുന്നത്. എന്ത് അമലാണോ മജ്ലിസിൽ പറയുന്നത് അവിടുത്തെ സമ്മതം ചോദിച്ചിട്ടാണ്, അവിടമിൽ പോയി സമ്മതം ചോദിച്ചിട്ടാണ്, ഉപ്പാപ്പയുടെ ഹദറത്തിൽ പോയി ഉപ്പാപ്പയുടെ സമ്മതം ചോദിച്ചിട്ടാണ് ഇവിടെ ഓരോരോ അമലുകൾ പറയുന്നത്. അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ്. അല്ലാഹുവേ ദറജനിയേറ്റി കൊടുക്കണേ, അല്ലാഹ് ദറജനിയേറ്റി കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ധാരാളം ആളുകൾ നിരന്തരമായി കോൾ ചെയ്യുന്നു, തങ്ങളെ ഞാൻ വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് ഞാൻ തങ്ങൾ പറഞ്ഞത് പ്രകാരം 11 ഫാത്തിഹ ഓതി തങ്ങളെ എൻ്റെ പ്രയാസം എവിടുന്ന് മാറി എന്ന് എനിക്ക് പോലും അത്ഭുതമുണ്ട്. ഉപ്പാപ്പയുടെ മക്കാം എവിടെയാണ് എന്ന് ചോദിച്ച് വിളിച്ചറിയിക്കുന്ന ആളുകൾ, ആ മക്കാമിലേക്ക് എനിക്കൊന്ന് നേരിട്ട് പോകണം തങ്ങളെ എന്ന് പറയുന്ന ആളുകൾ, അല്ലാഹുവേ അവിടെ എത്തിക്കണേ അല്ലാഹ്, ആ മക്കാമിലേക്ക് അവരെ എല്ലാവരെയും നീ എത്തിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ശക്തിയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ മജ്ലിസിന്റെ വളർച്ച അവിടുത്തെ ശക്തിയാണ്. അല്ലാഹുവേ അവിടുത്തോടൊപ്പം ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്, നീ കടത്തണേ അല്ലാഹ്, നീ കടത്തണേ തമ്പുരാനെ. അവിടുത്തെ ശക്തിയാണ്. ഓരോരുത്തർ അമൽ സ്വീകരിക്കുന്ന സമയത്ത്, തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഇവിടത്തേക്ക് വരുന്ന സമയത്ത്, അമലുകൾ കൊടുക്കുന്ന സമയത്ത് ഇവിടമിൽ വന്നവർക്കറിയാം ഓരോരുത്തരെ പ്രയാസങ്ങൾ നീങ്ങുന്നത് അവിടുത്തെ ശക്തി കൊണ്ട് മാത്രമാണ്. എൻ്റെ ഒരു ഫളായിലോ എൻ്റെ ഒരു മഹത്വമോ അല്ല, അവിടുത്തെ ശക്തിയാണ്. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഖിയാമം വരെ നീ നിലനിർത്തണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകളെ വിളിച്ചു ചോദിക്കുന്നത്, പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചന്വേഷിക്കുന്ന ആളുകൾ പറയുന്നത്, ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്?
ഇനി എന്നാണ് തങ്ങളെ വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്, നോട്ടമുള്ളത് എന്നാണെന്ന് ചോദിച്ച് ഇൻഷാ അല്ലാഹ് അറിയിക്കുന്ന ആളുകളോട് ഇനി വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വഴി അന്വേഷിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാകുന്നതാണ്. ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇനി വീട്ടിലുണ്ടാകുന്നത്. വരുന്ന ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ വിളിച്ച് വഴി ചോദിച്ച് അന്വേഷിച്ച് വരും. അല്ലാഹുവേ ഞങ്ങളെ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ മാറ്റി നൽകണേ അല്ലാ. ധാരാളം ആളുകൾ അല്ലാഹുവേ ധാരാളം പ്രയാസങ്ങളായിട്ട് ഇവിടമിൽ വരുന്ന ആളുകൾ അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി അല്ലാഹു ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രയാസങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ, പിശാചിനെ കൊണ്ടിരുണ്ടാക്കുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ, സിഹർ പോലുള്ള പ്രയാസങ്ങൾ എങ്ങനെയാണ് നമുക്കൊരു ജീവിതത്തിൽ നമുക്ക് ഇല്ലാണ്ടായി തീരുന്നത്? നമുക്കൊരാൾ സിഹർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏൽക്കാതിരിക്കാൻ, ഒരാൾ നമുക്ക് മാരണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏൽക്കാതിരിക്കാൻ, ചെയ്തതിനെ വെച്ച് ചെയ്ത് പ്രയാസങ്ങൾ ഉണ്ടായതിനെ വെച്ച് നമ്മൾ പരിഹാരം തേടുന്നതിനേക്കാൾ നല്ലത് നമുക്കെങ്ങനെ ഇല്ലാണ്ടാവാം, നമുക്കെങ്ങനെ ഏൽക്കാതിരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുള്ള ഇൻഷാ അല്ലാഹ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ്, ഒരു സൂക്തം, 2 സൂറത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധയേറ്റ സമയത്ത്, ഹബീബായ തങ്ങൾ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത്, കുറേ ദിവസങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത്, വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ ഹദ്റത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട്, നബി അങ്ങ് വിഷമിക്കണ്ട, നബി അങ്ങ് പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 2 സൂറത്തുകൾ, മുഅവ്വിദത്തൈനി 2 സൂറത്തുകൾ, അതാണ് ആ സൂറത്തുകൾക്ക് ഒറ്റ പേരാണുള്ളത്, മുഅവ്വിദത്തൈനി 2 സൂറത്തുകളാണ് ഹബീബായ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മന്ത്രിക്കുന്നത്. ആ സൂറത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരു അമലായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട നബിയേ, നിങ്ങൾ പ്രയാസപ്പെടേണ്ട നബിയേ, അങ്ങക്ക് വലിയ രോഗമല്ല, പ്രയാസമല്ല, അങ്ങക്ക് സിഹർ ബാധയേറ്റതാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. നബിയേ, അങ്ങേക്ക് സിഹർ ചെയ്തത് ഇന്നാലിന്ന ആളാണ്. ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്തെന്നറിയോ? എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, അദ്ദേഹത്തിന്റെ പേരാണ് ലദീദ് ഇബ്നു ഹസം. നബിയേ, അങ്ങേക്ക് സിഹർ ചെയ്തത് ആരാണെന്നറിയോ? ലദീദ് ഇബ്നു ഹസം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അങ്ങേക്ക് സിഹർ ചെയ്തത്. എവിടെയാണ് സിഹർ ചെയ്തതെന്നറിയോ എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയുകയാണ്. നബിയേ, അങ്ങേക്ക് സിഹർ ചെയ്തത് ഇപ്പോ നമ്മൾ കാണുന്ന ഹബീബായ തങ്ങളെ റൗള ഷരീഫ് കണ്ടില്ല? നിങ്ങൾ പോയവർ കണ്ടിട്ടുണ്ടാകും. റൗള ഷരീഫിനും ജന്നത്തുൽ ബഖീയക്കും ഇടയിലുള്ള സ്ഥലമാണ്. ബനൂ സുറൈം ഗോത്രക്കാരുടെ മുന്നേ ആദ്യകാലങ്ങളിൽ ബനൂ സുറൈം ഗോത്രക്കാരുടെ സ്ഥലമാണ്. അവരെ താമസ സ്ഥലവും അവരുടെ കിണറും തോട്ടവും എല്ലാം സ്ഥിതി ചെയ്ത സ്ഥലമാണ്. ബനൂ സുറൈം ഗോത്രക്കാരുടെ സ്ഥലമായിരുന്നു. ആ സ്ഥലത്തുള്ള ബീർ ദർവാൻ എന്ന കിണറ്റിലാണ് നബിയേ അങ്ങക്ക് വേണ്ടി സിഹർ ചെയ്ത സാധനം. ആ മനുഷ്യന്മാർ, ആ വ്യക്തികള് ആ കിണറ്റിലാണ് ഇട്ടിട്ടുള്ളത് നബിയേ. എങ്ങനെയാണ് അവർ ചെയ്തു വെച്ചത്? എങ്ങനെയെന്ന് നിങ്ങൾക്കറിയേണ്ട മുഅ്മിനീങ്ങളെ. ഏത് രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ അവർ
അവരെങ്ങനെയാണ് മെനഞ്ഞുണ്ടാക്കിയത്? സിഹർ എന്ന ഈ കൂടോത്ര വിദ്യ എങ്ങനെയാണ് മെനഞ്ഞുണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയണ്ടേ. ഒരു മെഴുക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രൂപത്തിലൊരു മെഴുക് കൊണ്ട് രൂപം അവർ സൃഷ്ടിക്കുകയാണ്. അതിന്റെ തലഭാഗത്ത് അതിന്റെ തലഭാഗത്ത് അവർ 11 ആണി തറക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദിവസങ്ങളോളം അതുകൊണ്ട് പ്രയാസത്തിലായി, വലിയ വിഷമത്തിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സിഹർ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട നമുക്ക് എന്തുകൊണ്ടും ഏൽക്കാം. അല്ലാഹുവേ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹുവേ, സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് അല്ലാഹ് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. അവര് 11 ആണി തറക്കുകയാണ് എന്റെ മുത്തുമുഅ്മിനീങ്ങളെ. നഊദു ബില്ലാഹ്. ആ രൂപം എന്താ? ആ മെഴുക് കൊണ്ടുണ്ടാക്കിയ രൂപം അവര് ദിബീറു ദർവാൻ എന്ന കിണറ്റിലങ്ങ് ഇടുകയാണ്, അവര് ഉപേക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, ബനൂ സുറൈം ഗോത്രക്കാരുടെ കിണറായ ബീർ ദർവാൻ എന്ന കിണറ്റിലാണ് നബിയെ അങ്ങേക്ക് സിഹർ ചെയ്ത ആ സാധനം അവര് ആ കിണറ്റിലാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തുൽ കിറാമിനെ വിളിക്കുകയാണ്, അലിയാർ തങ്ങളെ വിളിക്കുകയാണ്, സ്വഹാബത്തുൽ കിറാമിനെ വിളിക്കുകയാണ്. സ്വഹാബ, അലി തങ്ങളെ നിങ്ങൾ പോകണം. എവിടേക്ക് പോകണം? ബീർ ദർവാൻ എന്ന കിണറ്റിലേക്ക് നിങ്ങൾ പോകണം. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരം അലിയാർ തങ്ങളും സ്വഹാബത്തും ബീർ ദർവാൻ എന്ന കിണറ്റിൽ പോയപ്പോൾ നഊദു ബില്ലാഹ്, ആ കിണറ്റിലെ വെള്ളമുണ്ടല്ലോ മൈലാഞ്ച് വർണ്ണങ്ങളെ പോലെ ചുവന്ന് തുടിച്ചിരിക്കുകയാണ്. നഊദു ബില്ലാഹ്, എത്രയും ശക്തിയാണ്. അലിയാർ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നബിയേ അവിടുത്തെ ഈ തപ്പനത്തോട്ടം പോലും കരിഞ്ഞി ഇല്ലാണ്ടായി നബിയേ. അത്രയും ശക്തിയാണ് സിഹറിന്, അത്രയും ഭീകരമാണ് സിഹർ എന്ന ഈ കൂടോത്രം. അല്ലാഹുവേ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. പറഞ്ഞതുപോലെ ചുവന്ന് തുടിച്ചിരിക്കുകയാണ് ആ കിണറ്റിലെ വെള്ളം. അലിയാരിതങ്ങളും സ്വഹാബത്തും ആ കിണറ്റിലെ വെള്ളം അങ്ങ് വറ്റിക്കുകയാണ്. അവിടെ ആ രൂപം കാണുകയാണ്. മെഴുക് കൊണ്ടുണ്ടാക്കിയ ആ രൂപം അലിയാരിതങ്ങൾ അങ്ങ് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഹബീബായ തങ്ങള് ആ രൂപത്തിലുള്ള ആ ആണി അങ്ങ് എടുക്കാൻ പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് കൈപിടിച്ചു, നബിയേ അരുത്, അങ്ങ് ആ കൈ കൊണ്ട് ആ ആണി എടുക്കരുത് നബിയേ എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയാണ്, നബി അങ്ങ് ഓതണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. നബിയെ അങ്ങ് വീണ്ടും ഓതണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അങ്ങനെ 11 ആയത്തുകൾ. അതാണ് സൂറത്തുൽ മുഅവ്വിദത്തൈൻ. 2 സൂറത്തുകൾക്ക് ഒറ്റ പേരാണുള്ളത്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ. ഈ 11 ആയത്തുകൾ ഓതിയിട്ടാണ് ആ 11 ആണി ആ മെഴുകിന്റെ രൂപത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാണ്ടയാക്കിയത്, എടുത്തു മാറ്റിയത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയതായിട്ടുള്ള ക്ഷീണത്തിന് വലിയ ശിഫയുണ്ടായത്, വലിയ പ്രയാസത്തിന് വലിയ കാവലുണ്ടായത്.
അതാണ് ഈ സൂറത്തുകളാണ്. എങ്ങനെയാണ് നിങ്ങൾ ഓതേണ്ടത്? ഈ രണ്ട് സൂറത്തുകൾ എല്ലാവർക്കും അറിയുന്ന ഈ ചെറിയ ഈ രണ്ട് സൂറത്തുകൾ എങ്ങനെയാണ് ഓതേണ്ടത്? 113-ാമത്തെ അധ്യായവും 114-ാമത്തെ അധ്യായവും ലാസ്റ്റിലുള്ള രണ്ട് സൂറത്തുകൾ, അവസാനം ഇറങ്ങിയ ഈ രണ്ട് സൂറത്തുകൾ എങ്ങനെയാണ് നിങ്ങൾ ഓതേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് ഓതേണ്ടത്? നിങ്ങൾ സുബ്ഹി നിസ്കരിക്കുക. ശ്രദ്ധിച്ചു കേട്ടോ. ഇനിയൊരു പ്രയാസങ്ങളോ ഒരു സാഹിര്യങ്ങളോ സിഹറോ നിങ്ങൾ കേൾക്കൂല. ആരും മെനഞ്ഞുണ്ടാക്കിയാലും ഏത് അമ്പ് കൊണ്ട് നിങ്ങളെ തറക്കാൻ ഉദ്ദേശിച്ചാലും നിങ്ങൾക്കത് ഏൽക്കൂല. എന്ത് കുതന്ത്രങ്ങൾ നിങ്ങളെ മേൽ മെനഞ്ഞുണ്ടാക്കിയാലും അത് നിങ്ങൾ കേൾക്കൂല. എങ്ങനെ ഓതണം? എങ്ങനെയാണ് നിങ്ങൾ ഓതേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് ഓതേണ്ടത്? സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം 3 പ്രാവശ്യം ഈ രണ്ട് സൂറത്തുകൾ 3 പ്രാവശ്യം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 3 പ്രാവശ്യം നിങ്ങൾ ഓതണം. സൂറത്തുൽ ഫലക്ക് 3 പ്രാവശ്യവും സൂറത്തുൽ നാസ് 3 പ്രാവശ്യം നിങ്ങൾ ഓതണം. പിന്നെയോ അപ്പുണ്ടാകുന്നത്, നിങ്ങൾക്ക് അനുഭവിക്കുന്നത് അവിടെ മുതൽ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ, അതായത് പ്രഭാതം മുതൽ സുബ്ഹി മുതൽ മഗ്രിബ് വരെയുള്ള പ്രയാസങ്ങൾ, ആര് നിങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും നിങ്ങൾക്കത് ഏൽക്കൂല. പിന്നെ നിങ്ങൾ ഓതേണ്ടത് മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ഈ രണ്ട് സൂറത്തുകളും 3 പ്രാവശ്യം നിങ്ങൾ ഓതുക. അപ്പോൾ നിങ്ങൾക്ക് പ്രഭാതം വരെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവൂല. രാത്രി സമയത്ത് ആര് നിങ്ങൾക്ക് ഇത്തരം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അത് നിങ്ങൾ കേൾക്കൂല. അവർ പോലും അത്ഭുതപ്പെടും. ഈ മനുഷ്യന് എത്രമാത്രം ഞങ്ങൾ ചെയ്തു, മനുഷ്യന്റെ ബിസിനസ് വളരുകയാണ്, താഴുന്നില്ലല്ലോ, അത് പൊട്ടിപ്പാളീസാകുന്നില്ലല്ലോ. എത്ര ആളുകളടുത്ത് ഞങ്ങൾ പോയി, എത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, എല്ലാം വേസ്റ്റായി. ഇതൊന്നും ഈ മനുഷ്യന് ഏൽക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കുണ്ടാകണോ? ഇത്ര അത്ഭുതം നിങ്ങൾക്കുണ്ടാ? ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുകൾ നിങ്ങൾ പതിവാക്ക്. ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ പതിവാക്ക്. അല്ലാഹുവേ, ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിൽ ഉടനീളം ഞങ്ങൾ ഓതാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മാക്രീങ്ങളെ മക്കറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. ഒരു സിഹറും ഒരു കണ്ണീറും ഒരു പ്രയാസങ്ങളും ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. ഉള്ളവർക്ക് നീ ബാത്തിലാക്കണേ അല്ലാഹ്. ഉള്ളവർക്ക് നീ ബാത്തിലാക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ നീ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസ് കാണുന്നവർക്ക് അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഇത്ര പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ. അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർ എന്തു പറഞ്ഞിട്ടാണോ അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, അല്ലാഹു അവരുടെ സകലമാന ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഇടങ്ങേറിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിലേക്ക് വരുന്ന ആളുകൾ അല്ലാഹുവയുടെ സകലമാന മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. എന്ത് പ്രയാസത്തിലാണോ ഇവിടമിലേക്ക് വരുന്നത് അല്ലാഹുവേ, ഞങ്ങളെ മഹാന്മാരുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അവരുടെ കാവൽ കൊണ്ട് അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാഹുവയുടെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാൻ
മഹാന്മാരായ ഔലിയാക്കളുടെ മാസമാണ് അല്ലാഹുവേ റബീഉൽ ആഖിർ മാസം. ആ മാസത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് അല്ലാഹുവേ. അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. അവരുടെ കുരുത്തത്തിലും പൊരുത്തത്തിലും ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തെത്താൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അവിടമെത്തി അല്ലാഹുവേ മുത്ത് നബിയുടെ റൗള ഷരീഫിലേക്കൊന്ന് ചെന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അവരെ നിലക്കു നീ കൊയക്കല്ലേ അല്ലാ, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. ധാരാളം കുടുംബങ്ങൾ ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ട്. അവർക്കതിൻ്റെ ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലാഹുവേ. ഇനിയും അവർക്ക് ഉത്തരങ്ങൾ കൊടുക്കണേ അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളെ മജ്ലിസാണ് ഈ സയ്യിദിയ മജ്ലിസ്, തങ്ങൾ ഉസ്താദിൻ്റെ മജ്ലിസ് ഞങ്ങളെ മജ്ലിസാണെന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ അല്ലാഹു അവർക്ക് നീ കാവൽ കൊടുക്കണേ അല്ലാ. എല്ലാം നിലക്കും കാവൽ കൊടുക്കണേ അല്ലാ, എല്ലാം നിലക്കും കാവൽ കൊടുക്കണേ അല്ലാ. അല്ലാഹു വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ അല്ലാഹു അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനിൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.